നിങ്ങൾ രണ്ടാളും കൂടി ആ ശുക്കൂറിനെ നല്ലവനാക്കി എടുത്തില്ലേ? ഞാൻ വിചാരിച്ചിട്ട് പറ്റാത്തത് നിങ്ങൾക്ക് സാധിച്ചല്ലോ. ഒക്കെ മൂസക്കായിന്റെ മിടുക്കാണ് ഉപ്പച്ചി. നാട്ടുകാർക്ക് ഇപ്പൊ ഓനെ പറ്റി നല്ല പറയാനേ നേരുള്ളൂ. ഓന്റെ മാറ്റേ നാട്ടിലൊരു സംസാര വിഷയമായിരിക്കുന്നത്. ഓനെ കണ്ട വൈമാര് നടക്കണവരൊക്കെ ഓന്റെ ചെങ്ങായിമാരപ്പോ. ശുക്കൂർ ഇപ്പം മൂസാനെ പോലെ നല്ലവനായെന്ന എല്ലാരും പറയുന്നത്. അതിന് മൂസാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ മോനെ പറ്റി ഈ ജന്മത്തില് ഒരു നല്ല വാക്ക് എന്റെ നാവെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി ഓന് നല്ലൊരു പണി കൂടി കിട്ടണം. അത് ചെയ്ത് ഓൻ സന്തോഷായിട്ടിരിക്കട്ടെ. മൂസക്ക വിചാരിച്ച എന്തെങ്കിലും പണി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റൂ. അതെനിക്ക് പറ്റുമോ മൂസേ? ഓനൊരു ജോലി ശരിയാക്കണ കാര്യവും ഞാൻ മെമ്പറോട് സംസാരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ചില കരാറ് പണികളാണ്. അധ്വാനിച്ച നന്നായിട്ട് കായ് കിട്ടുന്ന പണിയാണ്. മേലരങ്ങൻ മൂസോനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി ഓൻ അധ്വാനിച്ചോളൂ. ഏതായാലും ഈ പ്രായത്തിലെങ്കിലും ഓനൊരു തിരിച്ചറിവുണ്ടായല്ലോ. അത് തന്നെ ഭാഗ്യം. ഉപ്പച്ചി ഓനൊരു പണിയോട് കിട്ടിയാ ഓൻ രക്ഷപ്പെടും. ഓനൊരു നല്ല പണി കിട്ടിയാലേ ഓൻ മാത്രല്ലേ രക്ഷപ്പെടുക, ഈ നാട്ടുകാർ മുഴുവൻ രക്ഷപ്പെടും ഓന്റെ കയ്യിൽ നിന്ന്. മോളെ ഒരു ലഡും ചായ എന്തെങ്കിലും കിട്ടുമോ? ജിലേബി ഉണ്ടെ അതും കൂടി ഒന്നെടുത്തോ. വേം വാ മോളെ. ഈ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത്? നമുക്ക് ടൗണിൽ നിന്ന് കണ്ടാ പോരേനിയോ? എടാ നിന്നെ സമ്മതിച്ചടാ. ബെറ്റിൽ നീ തന്നെ ജയിച്ചു. ബെറ്റിന്റെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. അല്ല എന്ത് ബെറ്റിന്റെ കാര്യം പറയണേ? ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചിരുന്നേ. മൂസക്കൈനെ പോലെ ഒരു ദിവസം ജീവിച്ച ശുക്കൂർ നല്ലവനാ 4 പേരെ കൊണ്ട് പറയിപ്പിച്ച ഞാൻ 10,000 റുപ്യ കൊടുക്കാന്ന് വാദി വെച്ചു. ഞാൻ വെറുതെ ഒരു തമാശക്ക്. തമാശക്കോ? ഏയ് തമാശക്കൊന്നുമല്ല, കാര്യമായിട്ട്. മൂസക്കൈനെ പോലെ ഒരു ദിവസമെങ്കിലും പരസ്യയുടെ മീമിട്ട് ജീവിക്കുകയാണെങ്കിൽ 2,000 കൊടുക്കാന്നാണ് ആദ്യം വെച്ച ബെറ്റ്. പിന്നെ സൽപ്പേര് സമ്പാദിക്കുകയാണെങ്കിൽ 10,000 കൊടുക്കാന്നും പറഞ്ഞു. ഏതായാലും ബെറ്റിൽ വൻ ജയിച്ചു. ശുക്കൂറെ നിന്റെ സ്വഭാവം നന്നായല്ലോ. 10,000 തന്നെ ഉണ്ട്. അപ്പൊ ഈ സൽപ്പേരുണ്ടാക്കലൊക്കെ പൈസ പിടുങ്ങാനുള്ള നാടകേനില്ലേ? അളിയ നായിന്റെ വാൽ 1000 കൊല്ലം കൊലയിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? ഞാനൊരു കാഞ്ഞിരക്കുരാണളിയ. എത്ര കാലം പാലിലിട്ടാലും കയ്പ് പോവൂല. കുടുംബത്തിനെ നാട്ടുകാരെ ഒക്കെ ഈ പറ്റിക്കല്ലേ. ആ പൈസ കൊണ്ടെടുക്കേ. ഒറ്റ മിനിറ്റ് കണ്ടില്ലേ പറഞ്ഞ അനുസരിക്കും.